ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. അതിൽ ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ, അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോൺ ആയിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ സാറിൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് സത്യത്തിൽ രോമാഞ്ചം വരുന്നു. അങ്ങനെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. എന്താ കാരണം? നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനെ പോലും വെല്ലുന്ന വിധത്തിലുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളുമായിട്ട് നമ്മുടെ സർക്കാർ ഉടനെ വരുന്ന പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു പെരുമഴയോ ഇതുപോലെയുള്ള പ്രളയങ്ങളൊക്കെയാണ് വരുന്നെങ്കിൽ ഡെഫിനറ്റായിട്ടും വളരെ നേരത്തെ തന്നെ, പറ്റുമെങ്കിൽ 2-3 ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ അതിപ്രളയം ഉണ്ടാവും. ഇന്ന പോയിന്റിൽ ഇന്ന സ്ഥലത്ത് കൃത്യമായി മണ്ണിടിച്ചിലുണ്ടാവും, അതിപ്രളയമുണ്ടാകും, അതിതീവ്രമായ മഴയുണ്ടാകും എന്നൊക്കെ പ്രവചിക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ ആ സയൻസിനെ ആകെ മാറ്റാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് ഏതാണ്ട് ബൃതം കിട്ടി. ഈ ഒരു ഡിറ്റർമിനേഷൻ ഉള്ളൊരു സർക്കാരാണ് നമുക്ക് വേണ്ടത്. ആ വാക്കുകൾ കേട്ട് അതുകൊണ്ടാണ് നമുക്ക് രോമാഞ്ചം കൊള്ളുന്നത്. കാരണം കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കേരളം കടന്നുപോയ ഒരവസ്ഥ ഈ കഴിഞ്ഞ ആഴ്ച കൂടെ ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ച എന്തായാലും ഈ സർക്കാർ വന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ ഈ 10 വർഷം കൂടെ ഭരിച്ച ഈ പിണറായി സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച കാര്യമല്ലേ. അതാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കാലാവസ്ഥാ നിരീക്ഷണം നടത്തി കൃത്യമായി ഇന്ന വീട് മുതൽ ഇന്ന വീട് വരെയുള്ള സ്ഥലങ്ങളൊക്കെ മണ്ണൊലിപ്പുണ്ടാവും, അല്ലെങ്കിൽ പ്രളയത്തിലാവും, അല്ലെങ്കിൽ ആ കടകൾ വെള്ളത്തിലാകും എന്നൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം സുരക്ഷിതമായി വെക്കാനുള്ള ഒരു സൗകര്യം അതിവിദൂരമല്ലാത്ത എന്ന് പറഞ്ഞാൽ അടുത്ത മഴക്കാലത്തിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ മനസ്സിൽ കാണുകയാണ് കേട്ടോ. ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് എനിക്ക് ആ ഒരു ആശ്വാസം കിട്ടി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പം മുഖ്യമന്ത്രി സാറിൻ്റെ ഈ വാക്കുകൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഭാവിയെപ്പറ്റി ഇനി വലിയ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു സ്കോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതാണല്ലോ. ആ സമയത്ത് പാവം നമ്മുടെ മുഖ്യമന്ത്രി സാറ് എന്തൊക്കെ ആക്ഷേപം കിട്ടു. ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു, അവിടെ എവിടെയോ മലപ്പുറത്ത് പോയി ഒരു വിരുന്നുണ്ടു, അങ്ങേപ്പുറത്ത് പോയിട്ട് ഏതോ ഒരു ആഫീസ് ഉദ്ഘാടനത്തിന് പോയി, ഒരു സ്വർണ്ണക്കട റിബൺ വെട്ടി. ഈ സമയത്തൊക്കെ കേരളം ദുരിതത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ കേട്ടപ്പോൾ നമ്മളാകെ വിഷമത്തിലായി. അല്ല, ഒരു കാര്യം ചോദിക്കുകയാണ്, ഇപ്പം പ്രളയത്തിലൊക്കെ പെട്ട ആൾക്കാരെ എവിടെ ക്യാമ്പുകളിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അവരൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അവർ കാര്യങ്ങളൊക്കെ അവിടെ നന്നായി നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കണമല്ലോ. അപ്പം അത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ഈ സർക്കാരിന് ഉണ്ടാവണമല്ലോ. അല്ല, അത് മാനേജ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഈ സർക്കാർ തന്നെയാണല്ലോ. അതിപ്പോൾ പോയ സർക്കാരിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പെയ്ത മഴ, ഇപ്പോൾ നടത്തുന്ന ക്യാമ്പ്, അപ്പോൾ ആ ക്യാമ്പുകളിലൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായി നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സംശയം സാറേ. സാഹചര്യമുണ്ട്, ചിലയിടങ്ങളിൽ അവശ്യ മരുന്നുകൾ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അത് ഇന്നലെ രാത്രി വരെയും അങ്ങനത്തെ സിറ്റുവേഷൻ ഒരു സ്ഥലത്തൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ടോ, ഒന്ന് ലൈറ്റ് ഇലക്ട്രിസിറ്റി അറേഞ്ച്മെന്റ്സ് കറക്റ്റായിട്ട് ഉണ്ടോ, ടോയ്ലറ്റുകൾ കറക്റ്റായിട്ടുണ്ടോ, മെഡിസിൻസ് ഉണ്ടോ, ഡോക്ടർമാരുടെ ക്യാമ്പ് ഉണ്ടോ, അവർ രാവിലെയും വൈകുന്നേരവും അവിടെയുള്ള രോഗികളായിട്ടുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ പരിശോധിക്കുന്നുണ്ടോ. ഈ കൃത്യമായിട്ട് ഒരു പരാതി പത്രം, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, എന്നല്ല ഒരു പരാതിയില്ല. ഏത് ആയിക്കോട്ടെ, സാറ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചു. നമുക്ക് നേരെ ക്യാമ്പിലേക്കൊന്ന് പോയി നോക്കാം. അവരും കൂടെ സർട്ടിഫൈ ചെയ്താൽ പിന്നെ സാറിനെ പറ്റി ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. അല്ലെങ്കിൽ തന്നെ ഈ പ്രതിപക്ഷം എപ്പോഴും പറയുന്നത് സാർ എപ്പോഴും ഈ അസത്യം മാത്രം പറയുന്ന ആളാണെന്നാണ്. എന്തായാലും നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാമല്ലോ. എന്തായാലും റിപ്പോർട്ടർ ടിവിക്കാരൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, അവർ ചോദിച്ചു നോക്കട്ടെ. മാത്രം കൊണ്ട് തന്നിട്ടുണ്ട്. ഇത്രയും സമയം വരെ ഒരു വക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളിവിടെ വെച്ച് അവർ രാവിലെ ഒരു അടുപ്പും ഒക്കെ കൊണ്ട് തന്നേച്ച് അവർ പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ട് അവർ അത് കൊടുത്തോണ്ട് പോയി. എന്നിട്ട് അപ്പുറം പോയി കഴിച്ചോളാൻ പറഞ്ഞു. അപ്പുറം 2 മണിയൊക്കെ ആയി വന്നപ്പോ അപ്പുറം പോയി കഴിച്ചോളാൻ പറഞ്ഞു. നമ്മളൊന്നും ചെയ്യാതെ അങ്ങനെ അവിടെ പോയിരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് അപ്പുറം കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്. അതിനങ്ങേരത്ത് കിടപ്പുണ്ട്, ഒരാൾ കിടപ്പുണ്ട്. അങ്ങനെ എന്നിട്ട് അവര് ഞങ്ങളോട് പറഞ്ഞ്, ഞാൻ പറയും ഈ പിള്ളേർ ഇത്രയും പേരെയും കൊണ്ട് എങ്ങനെ അപ്പുറം പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്നും ചെയ്യാതാണോ ഈ പിള്ളേരെ വെച്ചോണ്ട് കഴിക്കുന്നതെന്ന്.
പിള്ളേരെ വെച്ചോണ്ട് നിങ്ങളൊന്നും ചെയ്യാതാണ് കഴിയുന്നത്. നമ്മൾ പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് എനിക്കറിയില്ല. 2-3 സാറന്മാർ വന്ന് അവരാ പറഞ്ഞത്. കിടക്കുന്നാലും ഇങ്ങനൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ടുള്ളതല്ലേ അവിടെ? വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ള ഞങ്ങൾ പോയി ക്യാമ്പിൽ കിടന്നിട്ട് ഞങ്ങൾക്ക് നല്ല ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പോയിരിക്കുന്നത്. ഞങ്ങൾക്ക് ആഹാരങ്ങളും ഫുഡും എല്ലാം കിട്ടി. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്? അതുകൊണ്ട് ഞാനായിരുന്നു വന്നത്, ആശുപത്രിയിലായിരുന്നു. ഞാൻ ആശുപത്രി കഴിഞ്ഞിട്ട് വന്നത്. മോനൊക്കെ ഇവിടെ ഇല്ല ഇതുവരെ. പറയുമ്പോ എന്താ പറയാ, നമ്മൾ ചോദിച്ചില്ലേ രാവിലെ മുതൽ? ഞങ്ങൾ താമസം വന്ന ആശുപത്രിയിൽ നിന്ന് വന്നുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആൾക്കാർ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. അത് കാരണം എന്നാ പറഞ്ഞെന്ന് എനിക്കറിയാം. ഇവരൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് അവർ എടുത്തോണ്ട് പോയി. ഗ്യാസ് കൊണ്ടുവന്ന് ചൂണ്ടി നാളെ കൊണ്ട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വല്ലതും പറയാൻ ഒക്കുമോ? ഓ, ഇത് വല്ലാത്തൊരു ചതിയായി പോയില്ല സതീശൻ സാറേ. ഞാൻ പ്രതീക്ഷിച്ചത് ആ ക്യാമ്പിലുള്ളവരൊക്കെ ഇവിടെ എല്ലാം സുലഭമാണ്, ഞങ്ങൾ ഹാപ്പിയാണ്, വളരെ സന്തോഷമായി കഴിയുന്നു എന്നാണ് സാറ് നേരത്തെ പറഞ്ഞത്. ഒരു പരാതിയുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെ ഒരു ഉത്തരമായിരിക്കും ഇവർ പറയാമെന്നാണ്. പക്ഷേ ഈ ചാനലുകാരൻ ചോദിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് വലിയ കഷ്ടമാണ്, ഒരു ഗ്യാസ് കുറ്റി കൊടുന്ന് വെച്ചിട്ട് അതും എടുത്തുകൊണ്ട് പോയി നാളെയൊക്കെ സെറ്റാക്കി തരാം. അപ്പം ഇന്നിപ്പോൾ പട്ടിണി കിടക്കണമെന്നാണോ അവർ ആ ഉദ്യോഗസ്ഥന്മാർ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്തായാലും അവരൊട്ടും ഹാപ്പിയല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കൂടാതെ അമ്മച്ചി മറ്റൊന്നും കൂടെ പറഞ്ഞു കേട്ടപ്പോഴാണ് ശരിക്കും നാണിച്ചു പോയത് സാറേ. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷങ്ങൾ ഇതിനു മുമ്പൊക്കെ പ്രളയം ഉണ്ടായിട്ടുണ്ടോ, അന്ന് ക്യാമ്പിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതുപോലെ പ്രളയം ഉണ്ടായപ്പോൾ അന്ന് LDF ആയിരിക്കുമല്ലോ ഭരിക്കുന്നുണ്ടാവുക. അന്ന് ക്യാമ്പിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അന്നൊക്കെ സുലഭമായിരുന്നു എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരല്പം നാണക്കേട് തോന്നി സാറേ. അവർ പല ദിവസവും പലരും ഉറങ്ങിയിട്ട് പോലുമില്ല. ശരിയാണ്, ഉറക്കം വരില്ല. അവർ ക്യാമ്പിലല്ലേ കിടക്കുന്നത്, സ്വന്തം വീട്ടിൽ വെള്ളം കയറി കിടക്കുക. ഇവിടെ വന്ന പട്ടിണിയും ഭക്ഷണവും ഇല്ല എന്ന് പറയുന്നു, പിന്നെ എങ്ങനെ ഉറക്കം വരാനാണ്? ശരി, അത് പോട്ടെ. അല്ല സതീശൻ സാറേ, സാറിന്റെ പാർട്ടിയിൽ അംഗമായ നമ്മുടെ കുട്ടനാട്ടിൽ നിന്നുള്ള MLA റെജി ചെറിയാനല്ലേ, അദ്ദേഹത്തിന് അന്ന് നമ്മളൊരു പ്രാദേശിക അവധി വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആലോചിക്കാം, കൺസിഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് സീറ്റിലിരുന്ന് സാറ് പറഞ്ഞില്ലേ ഒരിക്കലും കൊടുക്കാൻ പോണില്ല എന്ന് രഹസ്യമായി പറഞ്ഞ് അത് ആകെ വൈറലായ ഒരു സംഭവം സാർ ഓർക്കുന്നില്ലേ? അതേ MLAക്ക് ഇപ്പം ഈ പ്രളയകാലത്തും വലിയൊരു പരാതിയുണ്ട്. സാറ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല അത്രേ. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? സ്വന്തം പാർട്ടിയിലെ MLA അല്ലേ, പ്രതിപക്ഷ MLA ആണെങ്കിൽ പോട്ടെ, അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, രാഷ്ട്രീയപരമായ ഒരു ആക്ഷേപമാണ്. ഇത് സ്വന്തം പാർട്ടിയിലെ MLA ആണ് പറയുന്നത്. സാർ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. സാറ് തന്നെ പണ്ട് പഴയ മുഖ്യമന്ത്രി പിണറായി വിജയനെ സാറ് തന്നെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായത്, ഞാൻ എപ്പോൾ ഫോൺ വിളിച്ചാലും 10 മിനിറ്റിനകം അഥവാ എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കും, എന്നിട്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കും, പറ്റുകയാണെങ്കിൽ യെസ് എന്ന് പറയും, അല്ല പറ്റില്ലെങ്കിൽ നോ എന്ന് പറയും എന്നുള്ള ആ കൃത്യതയാർന്ന ഈ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സാറ് തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് അഭിനന്ദിച്ചതായിട്ട് മനോരമ പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അത് പഴയ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട്. സാറ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്, സാറിൻ്റെ പാർട്ടിയിൽ തന്നെ ഒരു MLA ആണ് പരാതി പറയുന്നത്. സാറ് ഫോൺ എടുത്താൽ, അതും ഈ പ്രളയകാലത്ത് എന്തോ അത്യാവശ്യത്തിന് ഒന്ന് ബന്ധപ്പെടണമെന്ന് വിചാരിച്ചാൽ സാറ് ഫോൺ എടുക്കുന്നില്ല അത്രേ. അത് ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പഴയ മുഖ്യമന്ത്രിയെ പോലെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കാമായിരുന്നില്ലേ എന്നാണ് ഈ സാധാരണക്കാർക്കൊരു സംശയം. സാറേ, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അത് ക്യാബിനറ്റ് ഉള്ളപ്പോഴും അദ്ദേഹം വിളിച്ചത് ആണ്. അതെ, ഇപ്പം ഞാനിപ്പോൾ ലിജുവിൻ്റെ മന്ത്രി ലിജുവിൻ്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി, അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലിജുവിൻ്റെ ഫോണിൽ നമ്പർ കിടക്കുന്നുണ്ട്. ആയിക്കോട്ടെ, പ്രശ്നം ഇതല്ല, ഒന്ന് തിരിച്ചു വിളിക്കാമായിരുന്നില്ലേ എന്നാണ് പഴയ മുഖ്യമന്ത്രി ചെയ്തിരുന്ന പോലെ. സാറിനെ പഴയ മുഖ്യമന്ത്രി അങ്ങനെ തിരിച്ചു വിളിച്ചിരുന്നല്ലോ ഫോൺ എടുത്തില്ലെങ്കിൽ. അപ്പം ഈ കേസിലും അങ്ങനെ തിരിച്ചു വിളിക്കാമായിരുന്നില്ലേ ഈ കുട്ടനാട് MLA എന്ന ഒരു സംശയമാണ് സാധാരണക്കാർക്കുള്ളത്. അത് ചോദിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് സാറേ ആ ഹെലികോപ്റ്റർ വിഷയം ഇനിയും പിടികിട്ടിയിട്ടില്ല. ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മഹാജനം വളരെ ഹാപ്പി ആയിരിക്കും. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട വേറെ ഒന്നും. യെസ് സർ, യു ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. പക്ഷെ അവർക്ക് മനസ്സിലായിട്ടില്ല സാറേ, വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയി.
കാരണം സാർ ഇവിടെ എറണാകുളത്തുള്ളത് കൊണ്ട് ഇവിടെ വെച്ച് കാണാമെന്നാണ് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ തവണ സാറ് അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ഞാൻ ഇവരെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ എടുത്ത് വരേണ്ടി വന്നു, അവർ എറണാകുളത്തുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നു കാണുന്നു എന്നാണ് സാറ് പറഞ്ഞത്. ഇപ്പം സാറ് പറഞ്ഞത് ഞാൻ എറണാകുളത്തുള്ളത് കൊണ്ട് അവിടെ എറണാകുളത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞതാണ്. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ സാറേ. അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. ഇവർ വീണ്ടും ആ ചോദ്യം സാറിനോട് എപ്പോഴെങ്കിലും ചോദിക്കുമോ എന്നും ഒരു ഉറപ്പുമില്ല. എന്തായാലും ചോദിക്കാതിരിക്കാനുള്ള ഒരു മാന്യതയെങ്കിലും അവർ കാണിക്കട്ടെ എന്നല്ലാതെ ഈ വിഷയത്തിലൊന്നുമില്ല. കാരണം സാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊരു രഹസ്യ കൂടിക്കാഴ്ചയാണെന്ന്. അങ്ങനെ നമുക്ക് ഒരു സർക്കാരിനെ കൊണ്ട് നടത്തണമെങ്കിൽ എന്തെല്ലാം രഹസ്യങ്ങൾ വെച്ച് പുലർത്തേണ്ടി വരുമല്ലേ സാറേ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.